മോഹൻലാൽ എന്ന താരത്തെ ഇന്ന് ആഘോഷിക്കുകയാണ് ആരാധകരും മലയാളി സിനിമാ പ്രേമികളും. അദ്ദേഹത്തിന്റെ പിറന്നാളാണെന്ന് മെയ് 21. മോഹൻലാൽ എന്ന താരം ഒരു വിസ്മയമാണ്. കാരണം ഇത്രയധികം ആരാധിക്കുന്ന ഒരു മനുഷ്യൻ മലയാള സിനിമയിൽ ഈ അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ താരം ആരാണെന്ന ചോദ്യത്തിന് മോഹൻലാൽ എന്ന ഉത്തരം പറയാൻ അധികം ആലോചിക്കേണ്ടതില്ല. ഏറ്റവും ഒടുവിൽ തുടരും ഉൾപ്പെടെ പോസിറ്റീവ് അഭിപ്രായം വന്ന മോഹൻലാൽ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന തിയേറ്റർ പ്രതികരണങ്ങളും കളക്ഷനും മാത്രം നോക്കിയാൽ മതി. 80s 90s കിഡ്സിനെ സംബന്ധിച്ച് അവരുടെ കുട്ടിക്കാലം അത്രയും മനോഹരമാക്കിയ ചലച്ചിത്ര താരങ്ങളിൽ പ്രധാനിയുമാണ് മോഹൻലാൽ. പുതുകാലത്ത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ തുടർ പരാജയങ്ങൾ നേരിട്ടപ്പോൾ കമന്റ് ബോക്സുകളിൽ പലപ്പോഴും ഉയരാറുള്ള ഒന്നാണ് ഞങ്ങൾക്ക് വിന്റേജ് മോഹൻലാലിനെ മിസ് ചെയ്യുന്നു എന്ന പരിവേദനം. തങ്ങൾ ഒരു കാലത്ത് അത്രയും വിനോദിപ്പിച്ച ത്രസിപ്പിച്ച താരവും നടനും ഇന്ന് അതിന് സാധിക്കുന്നില്ല എന്ന നിരാശയിൽ നിന്നും രൂപപ്പെടുന്നതാണ് ഈ വിന്റേജ് കോളിംഗ് ആഹ്വാനങ്ങൾ. ഒപ്പം മോഹൻലാൽ പുതുതലമുറ സംവിധായകർക്ക് അവസരം നൽകുന്നില്ല എന്നതും സിനിമാ പ്രേമികൾ വിമർശിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ കാലത്തിന്റെ മാറ്റം മോഹൻലാൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ സമീപകാലത്ത് വന്ന ചിത്രങ്ങളും അപ്കമിംഗ് പ്രോജക്റ്റുകളെന്ന് റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളും. ആ വഴിമാറി നടക്കലിന് തുടക്കമിട്ട ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. പുതുതലമുറയിലെ പ്രഗത്ഭനായ സംവിധായകൻ ലിജുജസ് പല്ലിശ്ശേരിക്കൊപ്പം മോഹൻലാൽ ആദ്യമായി നായകനായ ചിത്രം. ആമേനും അങ്കമലി ഡയറീസും ജല്ലിക്കെട്ടുമൊക്കെ ഒരുക്കിയ ലിജോയെയാണ് മോഹൻലാൽ ആരാധകർ വാലിബനിലും പ്രതീക്ഷിച്ചതെന്ന് തോന്നുന്നു. എന്നാൽ തന്നിലെ കലാകാരനെ സദാ പുതുക്കി ചുരുളിയിലേക്കും നൻപകൽ നേരത്ത് മയക്കത്തിലേക്കുമൊക്കെ വളർന്ന ലിജോയിലെ സംവിധായകന്റെ സവിശേഷമായ അടയാളപ്പെടുത്തലായാണ് വാലിബൻ വന്നത്. പ്രേക്ഷകരുടെ അമിത പ്രതീക്ഷയും ചിത്രത്തിന്റെ ഔട്ട്പുട്ടും തമ്മിൽ യോജിക്കാതെ വന്നതോടെ ബഹുഭൂരിപക്ഷത്തിനും ഇഷ്ടമാവാത്ത ചിത്രമായി മലൈക്കോട്ടെ വാലിബൻ മാറി. പക്ഷേ മോഹൻലാലിലെ അഭിനേതാവിനെയും താരത്തെയും സംബന്ധിച്ച് ഏറെക്കാലമായി തുടരുന്ന മടുപ്പിൽ നിന്നുള്ള കുതറൽ അവിടെ സംഭവിക്കുകയായിരുന്നു. ഒരു തുടക്കമായി മാറിയത് മോഹൻലാൽ 12 വർഷം മുൻപ് കേട്ട കഥയെങ്കിലും തുടരും തിയേറ്ററിലെത്തുന്നത് ഇപ്പോഴാണ്. പുലിമുരുകനും ലൂസിഫറിനും ശേഷം തിയേറ്ററുകളിൽ അക്ഷരാർത്ഥത്തിൽ ജനപ്രളയം സൃഷ്ടിച്ച മറ്റൊരു മോഹൻലാൽ ചിത്രം ഇല്ല. പല തലമുറ കാണികളിലെ മോഹൻലാൽ നൊസ്റ്റാൾജിയെ കൃത്യമായും സ്മാർട്ടായും ഉപയോഗിച്ച ചിത്രം. പക്ഷെ പുതുകാലത്തിന് ചേർന്ന തരത്തിലുള്ള ദൃശ്യാവിഷ്കാരം ആയിരുന്നു. ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ ഒരു ഗൃഹാതുരതയെയും ഒപ്പം പുതുകാലത്തെ ദൃശ്യ വഴക്കങ്ങളെയും കൂട്ടിയിണക്കിയ മിടുക്കാണ് KR സുനിലും തരുൺമൂർത്തിയും ചേർന്ന് കാഴ്ച വെച്ചത്. തുടരുവിന് ശേഷം മോഹൻലാലിന്റേതായി പുറത്തുവരാനിരിക്കുന്ന ചിത്രം സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം ആണ്. തിരക്കഥ സത്യനന്ദിക്കാടിന്റേതല്ല എന്നതും അനൂപ് സത്യനാണ് പ്രധാന സംവിധാന സഹായി എന്നതും ചിത്രത്തിൽ പുതുമകൾ ഉണ്ടാകും എന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. പതിവ് സത്യനന്ദിക്കാട് ചിത്രമായിരിക്കില്ല ഹൃദയപൂർവ്വം എന്ന് മോഹൻലാൽ തന്നെ പറയുകയുണ്ടായി. ഹൃദയപൂർവ്വത്തിന് ശേഷം മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു ചിത്രവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആകെ കൃഷാന്തിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ഒരു ചിത്രം തന്റെ നിർമ്മാണത്തിൽ പ്ലാനിങ്ങിൽ ഉണ്ടെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ പ്രോജക്റ്റിന്റെ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ മോഹൻലാൽ പറഞ്ഞ ജിത്തു മാധവന്റെ ഒരു പ്രോജക്റ്റ്, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് പുറത്തും വന്നിട്ടില്ല. ഇന്ന് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അനൗൺസ്മെന്റുകൾ പ്രതീക്ഷിക്കാമോ എന്ന് പ്രേക്ഷകർ നോക്കുന്നു. ഇതൊക്കെ മോഹൻലാലിന്റെ പുതുതലമുറയിലുള്ള മാറ്റങ്ങളാണ്. മോഹൻലാലിന്റേതായി വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഔദ്യോഗിക റിപ്പോർട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി എത്തുന്നുണ്ട്. അതിൽ ചിലത് ഇവയാണ്. ബിപിൻ ദാസിന്റെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രം, അമൽ നീരദ്, ബ്ലസ്സി, ജിത്തു മാധവൻ, ലിജുജസ് പല്ലിശ്ശേരി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എന്നിവയാണ്. ദൃശ്യം 3 ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ 3ാം ചിത്രമായ അസ്രയേൽ എന്നിവ വരുമെന്ന് ഉറപ്പാണ്. മുകളിൽ പറഞ്ഞ മറ്റ് പ്രോജക്റ്റുകളിൽ എന്തൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങളുടെ പ്രഖ്യാപനങ്ങൾ പിറന്നാൾ ദിനത്തിൽ നടന്നാലും അത്ഭുതപ്പെടാനില്ല. ആരാധകർ അത്തരത്തിൽ ചിലത് പിറന്നാൾ ദിനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തെലുങ്ക് ചിത്രം കണ്ണപ്പ, ജയിലർ 2 എന്നിവയിലെ അതിഥി വേഷം, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിലെ വേഷം, പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭ എന്നിവയും മോഹൻലാലിന്റേതായി വരാനുണ്ട്. ദിലീപ് നായകനാകുന്ന ഫഫവ എന്ന ചിത്രത്തിലും മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട്. അതിൽ നിന്നൊക്കെ സർപ്രൈസുകൾ ഇന്ന് പ്രതീക്ഷിക്കാം. ഇതിനപ്പുറം എടുത്തു പറയേണ്ടത് മോഹൻലാൽ എന്ന താരം ബോക്സ് ഓഫീസിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ആ പഴയ ക്രൗഡ് പുള്ളർ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ. ഒരു മികച്ച അഭിപ്രായം നേടിയാൽ മോഹൻലാലിന് പിന്നെ നേടാൻ കഴിയുന്നത് ഇതൊക്കെയാണെന്ന് കാണിച്ചു തന്നു. മോഹൻലാൽ ഒന്ന് നേടിക്കഴിയുമ്പോൾ മോഹൻലാലിലേക്ക് ഈച്ച പുതിയുന്ന പോലെയാണ് പല മേക്കേഴ്സും നിർമ്മാതാക്കളും ഒക്കെ എത്തുന്നത്. ഇത്തവണ എത്തിയിരിക്കുന്നത് മലയാളത്തിലല്ല, അങ്ങ് ബോളിവുഡിൽ നിന്ന് വരെയാണ്. ബോക്സ് ഓഫീസിൽ മിന്നം പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് മലയാളത്തിന്റെ മോഹൻലാൽ. ഈ വർഷം പുറത്തിറങ്ങിയ 2 സിനിമകളിൽ നിന്ന് മാത്രം 500 കോടിക്കടുത്ത് കളക്ഷനാണ് മോഹൻലാൽ നേടിയത്. ഇതിൽ 200 കോടി സിനിമകളും ഉൾപ്പെടും. ഇപ്പോഴത്തെ മോഹൻലാലിനെ കുറിച്ച് നടൻ ഷറഫുദ്ദീൻ പറഞ്ഞ വാക്കുകൾ വലിയ ശ്രദ്ധ നേടുകയാണ്. 500 കോടി ഗ്രോസ് ആണ് ഈ വർഷം മലയാളത്തിൽ നിന്നും ലാലേട്ടൻ അടിച്ചെടുത്തത്. അതിനെ അടുത്തൊന്നും ആരും മറികടക്കുമെന്ന് തോന്നുന്നില്ല. ലാലേട്ടന്റെ കാരവാനിന്റെ ചുറ്റും ഇപ്പോൾ ബോളിവുഡിൽ നിന്നുള്ള നിർമ്മാതാക്കളാണെന്നാണ് അറിഞ്ഞത്. ഷറഫുദ്ദീൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. അപ്പോൾ മനസ്സിലായില്ലേ, ഒരു വിജയമുണ്ടായപ്പോൾ വന്നു ചേരുന്നത് അങ്ങ് നാഷണൽ ലെവലുള്ള ആൾക്കാരാണ്. ബോളിവുഡിൽ നിന്നും മോഹൻലാലിനെ കാണാനായി എത്തിയിരിക്കുന്നു. ഏത് സിനിമയ്ക്കായിരിക്കും? മഹാഭാരതവും രാമായണവും ഒക്കെ ബോളിവുഡിൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊക്കെ മോഹൻലാൽ വന്നേക്കാനുള്ള സാധ്യതയാണോ തുറക്കുന്നത്? എന്തായാലും ഇനി വരാൻ പോകുന്നത് വമ്പൻ സർപ്രൈസുകളൊക്കെയാണ്.